അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വലത്തെ ഭാഗത്ത് താഴെയുള്ള മെനു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, സ്റ്റോർ കോൺഫിഗ്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിൻ്റെ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ചില ഷോപ്പുകളുണ്ടാവും അവർക്ക് എന്താ പറയുക, പ്രോഡക്റ്റുകൾ യൂസേഴ്സിന് പ്രോഡക്റ്റുകൾ നേരെ നിങ്ങൾ എടുത്തോട്ട് വന്നിട്ട് എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡെലിവറി ബോയ് മുഖേന എത്തിച്ച് കൊടുക്കുക. അല്ലാണ്ട് ആരാണ് ഓർഡർ ചെയ്തത് ആ ഓർഡർ ചെയ്ത ആൾ തന്നെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ഷോപ്പിലോട്ട് വന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ഓപ്ഷനാണ് ഈ ടേക്ക് എവേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടേക്ക് എവേ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയാൽ മതി. എന്നിട്ട് താഴെയുള്ള അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നേരെ തിരിച്ച് ടേക്ക് അവേ മാത്രം മതി, ഹോം ഡെലിവറി വേണ്ടെന്ന് വിചാരിക്കുക. അതായത് ഡെലിവറി മാന് ഒരു യൂസർ നിങ്ങളെ ഷോപ്പിലത്തെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി മാൻ വഴി ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നേരിട്ട് വന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഓഫാക്കുക, ടേക്ക് അവേ ഓൺ ആക്കുക. എന്നിട്ട് നേരെ താഴെയുള്ള അപ്ഡേറ്റ് കൊടുത്താൽ മതി. രണ്ടും ഓഫാക്കിയിട്ട് അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കണമല്ലോ, എന്നാലേ നിങ്ങളെ പ്രോഡക്റ്റ് യൂസേഴ്സിന് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇത് മാത്രം ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ഒരു ഓപ്ഷൻസ് നോക്കണ്ട. അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ അപ്രോക്സിമേറ്റ് ഡെലിവറി ടൈം എന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതാണ് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഞാൻ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൊടുത്തേക്കണം. നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റാം. ഈ മിനിമം പ്രോസസ്സിങ് ടൈം എന്ന് കണ്ടില്ല, ഇത് ആർക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഇത് ആർക്കാ ഉപകാരപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടല്ലോ, ഫുഡിൻ്റെ സ്റ്റോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കില്ല. കുക്ക് ചെയ്യാൻ മിനിമം എത്ര സമയം പിടിക്കുമെന്ന് ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ താഴെ അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഫുഡിൻ്റെ ആൾക്കാർ മാത്രം നോക്കിയാൽ മതി. ഇതേപോലെ ഗ്രോസറി സ്റ്റോറോ അല്ലെങ്കിൽ വേറെ സ്റ്റോറുകളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട.